ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ കൊടുങ്ങൂർ റൂട്ടിൽ മേവട ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ്. കിഴക്ക് ദർശനത്തിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ടൗണുമായിട്ട് ഏകദേശം ഒരു 500 മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു വീട്. ഇതാണ് ആ വീടിൻ്റെ മുൻവശത്തെ ദൃശ്യം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വിശാലമായൊരു മുറ്റമാണ് ആദ്യമേ തന്നെ നമ്മൾ കാണുന്നത്. മുറ്റത്തൊക്കെ അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2-3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മുറ്റമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വലിയ കാർ പോർച്ചുമുണ്ട്. മുറ്റത്തൊക്കെ മാവ്, പ്ലാവ് മുതലായ പല വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വീടിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും റൂഫ് ചെയ്തതാണ്. ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചുറ്റുമതിലുകളൊക്കെ 4 അതിരുകളും കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ വീട്ടിലേക്കുള്ളൊരു പൈപ്പ് കണക്ഷനാണ്. ഇതിൻ്റെ കോമ്പൗണ്ടിന് വെളിയിലായിട്ടാണ് ഇതിൻ്റെ കിണർ സ്ഥിതി ചെയ്യുന്നത്. പറ്റാത്ത കിണർ വെള്ളം ഉള്ളതാണ്. ഇവിടെ ഒരു വേസ്റ്റൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ മുകൾ വശത്തേറി റൂഫിങ്ങും കൂടെ വർക്ക് ചെയ്തിരിക്കുന്നത് കാണിക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ വിലയും പറയാം. അതായത് ഇപ്പോൾ പാലായിലൊരു 4 ബെഡ്റൂം വീടിന് ചോദിക്കുന്ന വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയാണ് ഈ വീടിന് ചോദിക്കുന്നത്. അതും കേരള സ്റ്റൈലിൽ മുഴുവൻ റൂഫ് ചെയ്തിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 72 ലക്ഷം രൂപ മാത്രമാണ്. വിലയിൽ ഇനിയും കുറവുകൾ ഉണ്ടാകുന്നതാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്കനുസരിച്ച് ലോൺ സൗകര്യം ചെയ്തു നൽകുന്നതാണ്. ഇത് അത്യാവശ്യം ഒരു പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന രീതിയിൽ നല്ല ഉയരത്തിൽ തന്നെയാണിത് റൂഫ് വർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. താഴെയായിട്ടൊരു അലക്കിൽ ഒരു പൈപ്പ് കണക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. യാതൊരുവിധ പ്രളയ ഭീഷണിയും ബാധിക്കാത്ത മേഖലയാണ്. ഇവിടെ ആണ് കിച്ചൺ വരുന്നത്. കിച്ചണിൻ്റെ പുറത്തെ ഭാഗമാണ് ഗ്യാസ് വയ്ക്കാൻ വേണ്ടിയിട്ട്, സുരക്ഷിതമായിട്ട് ഗ്യാസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസിന് പ്രത്യേകമായിട്ടൊരു ഭാഗം നിർമ്മിച്ചിട്ടുണ്ട്. മുറ്റമൊക്കെ ടാറിംഗ് റോഡിൽ നിന്ന് കയറി വരുന്ന ആ ഒരു ഭാഗം തൊട്ട് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. ഇതാണ് വരുന്ന ടാറിംഗ് റോഡ്. എല്ലാ വലിയ വാഹനങ്ങളും ഈ പോർച്ചിൽ കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലാണ് ഈ പോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള കാർ പോർച്ചാണ്. 11.5 സെൻറ്റ് സ്ഥലമാണ് ഇതുള്ളത്. 1900 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണം. അതോടൊപ്പം തന്നെ നല്ല എൽ ഷേപ്പിലുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പില്ലറുകളിലൊക്കെ ആണെങ്കിലും നല്ല നല്ല വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റും ടൈലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നല്ല തലയെടുപ്പുള്ള ഒരു വാതിലാണ്, ഫ്രണ്ട് ഡോറാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല തടിയാണ് കേട്ടോ, നല്ല കാതലുള്ള തടി തന്നെയാണ്. ഇത് പോളിഷ് ഉള്ളതൊന്നുമല്ല, അത്യാവശ്യം നല്ല തടികളാണ്. ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് ഏരിയ ആണ്. ഇതിൽ ഫാൻസി ലൈറ്റ്, ഫാന്, ജിപ്സം വർക്കുകൾ, ട്യൂബ് ലൈറ്റുകൾ, അങ്ങനെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൈനിങ് ഹാളിൻ്റെ അവരൊരു പാർട്ടീഷൻ വർക്കുകൾ കൂടി ചെയ്തിട്ടുണ്ട്. ലിവിങ് ഹാളിൽ, ഡൈനിങ് ഹാളിൽ ഇരുന്നാൽ TV കാണാൻ പറ്റുന്ന രീതിയിലാണ് TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെയും അത്യാവശ്യം കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലും അത്യാവശ്യം ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ എല്ലാ വാതിലുകളും അതോടൊപ്പം തന്നെ കബോർഡുകളും നല്ല മൂത്ത തേക്കിൻ്റെ തടിയിൽ പണി കഴിപ്പിച്ചതാണ്. ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം വലിപ്പമുണ്ട്. 4 ബെഡ്റൂമുകളാണ് ഇതിനുള്ളത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം ഉൾപ്പെടെ. ഇവിടെ പിള്ളേർക്ക് പഠിക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ തുണിയൊക്കെ തയ്ക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെ വാതിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. 3 പാളിയുടെ 2 ജനാലകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. തേക്കിൻതടി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കബോർഡാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാറ്റ് ഫിനിഷിലുള്ള ഒരു ടൈലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്.
നല്ല ഭംഗിയുള്ളൊരു കബോർഡ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റഡി ടേബിളും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറുകളെല്ലാം ഫൈബർ ഡോറുകളാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് നമ്മളീ കാണുന്നത്. വാൾ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറാണ് നമ്മൾ കാണുന്നത്. ഇതും തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലും 3 പാളിയുടെ 2 ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്, കൂടുതൽ വായു സഞ്ചാരവും പ്രകാശവും ലഭിക്കുന്നതിനായിട്ട്. ഈ റൂമിലും അല്പം ഉള്ളിലേക്ക് മാറി ബാത്റൂമിൻ്റെ ഒരു ഭാഗത്തായിട്ട് 2 ഡോറിൻ്റെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. ഇതും വാൾ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ വർക്കുകളും ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ വിലയിൽ 4 ബെഡ്റൂമിൻ്റെ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീടും സ്ഥലവും തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചുകൊള്ളുക. ഇതാണ് നമ്മുടെ ഒരു ടി വി യൂണിറ്റിൻ്റെ താഴെയും അത്യാവശ്യം തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന കബോർഡുകളുണ്ട്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതൊരു ഗസ്റ്റ് റൂമായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മറ്റുള്ള മുറികളെ അപേക്ഷിച്ച് ഈ റൂമിനൊരല്പം വലിപ്പം കുറവാണ്. എങ്കിൽ പോലും അത്യാവശ്യം നല്ല വലിപ്പം തന്നെ ഉണ്ട്. മറ്റ് റൂമുകളെ വെച്ച് നോക്കുമ്പോൾ മാത്രമാണ് അതിനൊരു വലിപ്പക്കുറവ് തോന്നുക. ഇതിലൊരു 3 പാളിയുടെ ജനലാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് വന്നു. നമുക്കിനി 4ാമത്തെ ബെഡ്റൂം കാണാം. 4ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുന്നതിൻ്റെ വലതുവശത്തായിട്ടാണ് ടേബിൾ ടോപ്പായിട്ടുള്ള ഒരു വാഷ് ബേസിന് കാണുന്നത്. വാഷ് ഏരിയ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കൗണ്ടറായിട്ട് തിരിച്ചിട്ടുണ്ടത്. അതിൻ്റെയൊക്കെ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് അതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഗസ്റ്റുകൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ റൂമിൽ കയറാതെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും എല്ലാം കണക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൊച്ചു ബാത്റൂമാണിത്. പാല കൊടുങ്ങൂർ റൂട്ടിൽ മേവട ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്നൊരു വീടാണിത്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതും നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിൽ 3 പാളിയുടെ ഒരു ജനലും ഓരോ പാളിയുടെ 2 ജനലുകളുമാണ് കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിപ്പമുള്ളൊരു സ്റ്റഡി ടേബിളും അതോടൊപ്പം തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കബോർഡുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഉയരത്തിൽ തന്നെയാണ് അതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. AC-യുടെ പോയിൻറ്റുകളൊക്കെ ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലും ഈ റൂമിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇതും വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെയാണ്. ഇതിലും പച്ചവെള്ളത്തിൻ്റെയും ചൂടുവെള്ളത്തിൻ്റെയൊക്കെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. മിറർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ വീടിൻ്റെ വില ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ 72 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ ജോലിക്ക് അനുസരിച്ച് നമ്മൾ ലോൺ സൗകര്യം ചെയ്ത് നൽകുന്നതാണ്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു കിച്ചൻ്റെ ഡോറാണ് വരുന്നത്. ഇതും തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത് തന്നെയാണ്. ഗ്ലാസ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം ഉള്ള ഒരു ബെഡ്റൂം കിച്ചനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇത് കണ്ടില്ലേ, ധാരാളം കബോർഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. താഴെയും മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് ചിമ്മിനിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുകൾ വശത്തെ കബോർഡുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയയിലും. ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിറകടുപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനുള്ളൊരു സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയായിട്ട് ധാരാളം കബോർഡുകൾ ഇവിടെയുമുണ്ട്. ഇവിടെ മിക്സിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പോയിൻ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റോർ ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെ ഉണ്ട്. അതോടൊപ്പം വീടിനുള്ളിൽ തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് കണക്ഷനും അതോടൊപ്പം തന്നെ അതിനുള്ളൊരു പോയിൻറ്റും മറ്റ് ഡിറ്റർജൻറ്റുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും അവിടെ കൊടുത്തിട്ടുണ്ട്. കബോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായാൽ, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വെളിയിലത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് വീഡിയോ നിർത്താം. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 11.5 സെൻറ്റ് സ്ഥലം, 1900 സ്ക്വയർ ഫീറ്റ് വീട്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കേരള സ്റ്റൈലിൽ പൂർണ്ണമായിട്ടും റൂഫ് വർക്ക് ചെയ്ത് ഓട് കയറ്റിയിരിക്കുന്ന വീടാണ്. കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്. കിണർ ഇതിന് വെളിയിലായിട്ടാണ്. യാതൊരു തരത്തിലും വെള്ളപ്പൊക്ക ഭീഷണിയോ വെള്ളത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന ഒരു മേഖലയല്ല. നല്ല അയൽപ്പക്കങ്ങളൊക്കെ ഉള്ള ഈ മേഖലയിൽ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.